എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ അതിൽ പ്രോസസ് കോസ്റ്റിംഗ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയറാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, എ സെപ്പറേറ്റ് പ്രോസസ് അക്കൗണ്ട് ഈസ് ഓപ്പൺഡ് ഫോർ ഈച്ച് പ്രോസസ്. അതായത് ഓരോ പ്രോസസ്സിനകത്തും പ്രത്യേകം രീതിയിലുള്ള പ്രോസസ് അക്കൗണ്ട് എന്നാലും നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതിൽ വരുന്നതാണ് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് പാസ് ചെയ്യുന്ന ഒരു 3 പ്രോസസ് ആണെങ്കിൽ അതിൽ പ്രോസസ് 1 അക്കൗണ്ട്, 2 അക്കൗണ്ട്, 3 അക്കൗണ്ട്, അങ്ങനെ 3 അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യും. ദെൻ ബിസൈഡ്സ് പർട്ടിക്കുലേഴ്സ് കോളം 2 കോളംസ് ആർ പ്രൊവൈഡഡ് ഓൺ ദ ബോത്ത് സൈഡ് ഓഫ് ദ പ്രോസസ് അക്കൗണ്ട്. നമ്മളത് പ്രോസസ്സിൻ്റെ അക്കൗണ്ട് വരക്കുമ്പോൾ കുറച്ചും കൂടെ അത് മനസ്സിലാവും. അപ്പോൾ അതിനകത്ത് ഒരു പർട്ടിക്കുലർ കോളം, പിന്നെ 2 ഭാഗത്തും യൂണിറ്റും അതോടൊപ്പം തന്നെ എമൗണ്ടിൻ്റെയും കോളമാണ് വരുന്നത്. യൂണിറ്റ്സ് അഥവാ ക്വാണ്ടിറ്റി, ദെൻ എമൗണ്ട്, അതിൻ്റെ റുപ്പീസിൻ്റെ കോളം കൂടി കാണും. ദെൻ തേർഡ് വൺ, ഓൾ എക്സ്പെൻസ് ആർ ഡെബിറ്റഡ് ഇൻ ദ റെസ്പെക്റ്റീവ് പ്രോസസ് അക്കൗണ്ട്. അതായത് എക്സ്പെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, മറ്റ് എക്സ്പെൻസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോസസ് അക്കൗണ്ടിനകത്ത് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ വേസ്റ്റേജ്, സെയിൽ ഓഫ് സ്ക്രാപ്പ്, ബൈ പ്രൊഡക്റ്റ്, ഇതൊക്കെ നമ്മൾ പ്രോസസ് അക്കൗണ്ടിനകത്ത് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വേസ്റ്റേജ് വരുന്നതും അതോടൊപ്പം തന്നെ സെയിൽ ഓഫ് സ്ക്രാപ്പ് വരുന്നതും നമുക്ക് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സെപ്പറേറ്റ് പ്രോബ്ലംസൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യും. അപ്പോൾ ഇതൊക്കെ വരുന്നത് പ്രോസസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് ഭാഗത്താണ് വരുന്നത്. ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഷോസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പ്രോസസ് വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ നെക്സ്റ്റ് പ്രോസസ്. അതായത് നമ്മളൊരു പ്രോസസ് അക്കൗണ്ട് വരച്ചിട്ട് ആ പ്രോസസ് അക്കൗണ്ടിനകത്തുള്ള യൂണിറ്റ് അതോടൊപ്പം തന്നെ എമൗണ്ട് കോളം എന്നുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു പ്രൊഡക്റ്റ് പാസ് ചെയ്യേണ്ടത് ഒരു 3 പ്രോസസ് ആണെങ്കിൽ പ്രോസസ് 1ൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് അടുത്ത പ്രോസസ്സ് വരക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇത് ആ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കണം ആദ്യം എഴുതേണ്ടത്. ഓക്കെ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഷോസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി ഓഫ് ദ പർട്ടിക്കുലർ പ്രോസസ് വിച്ച് ഇസ് ട്രാൻസ്ഫേർഡ് ടു ദ നെക്സ്റ്റ് പ്രോസസ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അടുത്ത പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. Then 6th one, the cost per unit of every process calculated by dividing the net cost by output. അതായത് ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും അതിൻ്റെ എത്രയാണ് ആ ഒരു പ്രോസസ്സിനകത്തുള്ള പെർ യൂണിറ്റ് കോസ്റ്റ് എത്രയാണ് എന്നത് കൂടി നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. അതാണ് നെക്സ്റ്റ് അവിടെ പറയുന്നത്. ദെൻ ദ ഔട്ട്പുട്ട് ഓഫ് ലാസ്റ്റ് പ്രോസസ്സ് കോസ്റ്റ് ആൻഡ് ക്വാണ്ടിറ്റീസ് ട്രാൻസ്ഫേർഡ് ടു ദ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. അതായത് ഒരു പ്രൊഡക്റ്റ് 3 പ്രോസസ്സിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഫസ്റ്റ് പ്രോസസ്സിനകത്തുള്ള നമ്മൾ സെക്കൻഡ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. സെക്കൻഡ് പ്രോസസ്സിലേക്ക് തേർഡ് പ്രോസസ്സിൻ്റെ ട്രാൻസ്ഫർ, സെക്കൻഡ് പ്രോസസ്സിലുള്ള ഔട്ട്പുട്ട് എന്നുള്ളത് തേർഡ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. തേർഡ് പ്രോസസ്സിൽ, അതായത് ലാസ്റ്റ് പ്രോസസ്സിലുള്ളത് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ ഇൻകംപ്ലീറ്റ് യൂണിറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് പീരീഡ് ഇൻ എവറി പ്രോസസ് കൺവേർട്ടഡ് ഇൻ ടേംസ് ഓഫ് കംപ്ലീറ്റഡ് യൂണിറ്റ്സ്. ഇൻകംപ്ലീറ്റ് യൂണിറ്റ് എന്ത് ചെയ്യുന്നത്, കൺവേർട്ടഡ് ഇൻ ടേംസ് ഓഫ് കംപ്ലീറ്റ് യൂണിറ്റ് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോബ്ലം നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്യും. ദെൻ നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് പ്രോസസ് അക്കൗണ്ടാണ് നെക്സ്റ്റ് വരുന്നത്. ദ പ്രിപ്പറേഷൻ ഓഫ് പ്രോസസ് അക്കൗണ്ടിനകത്ത് കുറേ സിറ്റുവേഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൽ ഓരോ സിറ്റുവേഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വരുന്ന സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് എന്നുള്ളത്. ദെൻ പ്രോസസ് അക്കൗണ്ടിനകത്ത് നോർമൽ ലോസ് കൂടി വരുന്ന കേസ്, ദെൻ അബ്നോർമൽ ലോസ് വരുന്ന കേസ്, ദെൻ പ്രോസസ് അക്കൗണ്ട് വിത്ത് പ്രോസസ് ഗെയിൻ, അതായത് അബ്നോർമൽ ഗെയിൻ വരുന്ന കേസ്. ഇതൊക്കെ ഓരോ കേസാണ്. നമ്മൾ ഓരോ കേസിനകത്തും ചെറിയ നമ്മൾ പ്രോസസ് അക്കൗണ്ട് വരക്കുന്നതിനകത്തുള്ള അതിൻ്റെ ക്രെഡിറ്റ് ഭാഗത്തൊക്കെ ലോസ് വരും, ദെൻ ലോസ് ഇൻ വെയിറ്റ് വരും, സ്ക്രാപ്പ് വരും, അങ്ങനെയുള്ള ചെറിയൊരു ഡിഫറൻസൊക്കെ വരുന്നുണ്ട്. ദെൻ വാല്യുവേഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ വാല്യുവേഷൻ, ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്നുള്ളത്, ദെൻ ജോയിൻ്റ് പ്രൊഡക്റ്റ്, ബൈ പ്രൊഡക്റ്റ്, അതുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റിംഗ്. ഓക്കെ, നമുക്കത് നോക്കാം. നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഫസ്റ്റ് ഇതിൽ സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ താഴെ വരച്ചിട്ടുള്ളതാണ് എന്ത്, ഈ സിമ്പിൾ പ്രോസസ് അക്കൗണ്ട് എന്നുള്ളത്. ഓക്കെ, ഈ സിമ്പിൾ പ്രോസസ് അക്കൗണ്ടിന് ഇതിൻ്റെ ജസ്റ്റ് തിയറി പോലുള്ളതാണ് നമ്മൾ മുകളിൽ എഴുതിയിട്ടുള്ളത്. നോക്കാം നമുക്ക്. ഇൻ
in this case the very easy in this case it's very easy to prepare a process account വളരെ എളുപ്പത്തിൽ നമുക്ക് വരക്കാൻ വേണ്ടിയിട്ട് പറ്റും. എ സെപ്പറേറ്റ് അക്കൗണ്ട് ഇസ് ഓപ്പൺ ഫോർ പ്രോസസ്. ഓരോ പ്രോസസ്സിനകത്തും സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രിപ്പയർ ചെയ്യുന്നത്. എത്ര പ്രോസസ്സാണുള്ളത് അത്രയും അക്കൗണ്ട് വരക്കും. അവിടെ മെറ്റീരിയൽ, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഓവർ ഹെഡ് ഇതൊക്കെ നമ്മൾ പ്രോസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്താണ് എഴുതുന്നത്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അതുപോലെ തന്നെ മറ്റേ എക്സ്പെൻസ് ഇതൊക്കെ വരുന്നത് ഡെബിറ്റ് സൈഡിനകത്താണ് വരുന്നത്. ദെൻ ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രോസസ്, അതായത് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് ഡെബിറ്റ് ഓഫ് ദ പ്രോസസ് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ നെക്സ്റ്റ് പ്രോസസ്. ഒരു പ്രോസസ്സിനകത്തുള്ള ടോട്ടൽ കോസ്റ്റ് എന്നുള്ളത് അടുത്ത പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. യൂണിറ്റും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഔട്ട്പുട്ട് ഓഫ് വൺ പ്രോസസ് ബിക്കം ദ റോ മെറ്റീരിയൽ ഫോർ സബ്സിക്വൻറ്റ് പ്രോസസ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഔട്ട്പുട്ടാണ് അടുത്ത പ്രോസസ്സിൻ്റെ റോ മെറ്റീരിയൽ എന്നുള്ളത്. അതൊന്ന് നോട്ട് ചെയ്യാം. ഒരു പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സിൽ ഫസ്റ്റായിട്ട് എഴുതുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റോ മെറ്റീരിയൽ അതായിരിക്കും. Then at the end of each process, the cost per unit is obtained by dividing the total cost by number of unit. ടോട്ടൽ കോസ്റ്റിനെ നമ്പർ ഓഫ് യൂണിറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പ്രോസസ് അക്കൗണ്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. താഴെ ഒരു സ്പെസിമെൻ പോലെ സിമ്പിൾ പ്രോസസ് അക്കൗണ്ടിൻ്റെ ഒരു ഇത് വരച്ചിട്ടില്ല അവിടെ. ഇപ്പോൾ ഡെബിറ്റ് ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ പർട്ടിക്കുലറും കൂടി ഇടുക നല്ലത്. പർട്ടിക്കുലർ യൂണിറ്റ് ദെൻ എമൗണ്ട് പോലെയാണ്. ഇവിടെ എന്താണ് പർട്ടിക്കുലർ യൂണിറ്റ് എമൗണ്ട് ആണ്. ദെൻ ഇവിടെ വരുന്ന എല്ലാ എക്സ്പെൻസ്, ഡയറക്റ്റ് മെറ്റീരിയലും, ഡയറക്റ്റ് ലേബർ അല്ലെങ്കിൽ ഡയറക്റ്റ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസ്, ദെൻ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, അല്ലെങ്കിൽ ഓവർ ഹെഡ്സ് ഒക്കെ ഇവിടെ വരും. അതർ എക്സ്പെൻസ് ഒക്കെയാണ് പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് ഭാഗത്തിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. അതായത് ഇപ്പം പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്നൊക്കെ ചോദിച്ചാൽ അത് പ്രോസസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗത്താണ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സൊക്കെ വരുന്നത്, അല്ലെങ്കിൽ തന്നെ വർക്ക്സ് ഓവർ ഹെഡ്സൊക്കെ വരുന്നത് ഡെബിറ്റ് ഭാഗത്താണ് വരുന്നത്. ഓക്കെ, അപ്പം അതാണ് അതിനകത്ത് ഡെബിറ്റ് ഭാഗത്ത് വരുന്നത്. ദെൻ ക്രെഡിറ്റ് ഭാഗത്ത് എന്നുള്ളത് ഡെബിറ്റ് ഭാഗത്തിൻ്റെ എമൗണ്ട് ക്രെഡിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നമുക്ക് വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. താങ്ക് യു.